സംരക്ഷണ സമിതിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. പദ്ധതിയിലെ ആശങ്കകൾ അകറ്റാൻ ഈ മാസം 26-ന് ഉച്ചയ്ക്ക് പ്രദേശവാസികളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് വൈസ് പ്രസിഡന്റ് പി.സി. സുബൈദ TCN ന്യൂസിനോട് പറഞ്ഞു. പടന്ന ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ പടന്ന ഹൈസ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ച കിണറും വാട്ടർ ടാങ്കും ഒരു വർഷം മുമ്പാണ് ജലനിധിക്ക് വിട്ടു നൽകിയത്. 250ഓളം പൊതു ടാപ്പുകളാണ് വിവിധ പ്രദേശങ്ങളിൽ നിലവിലുണ്ടായിരുന്നത്. ജലനിധി പദ്ധതിക്കായി വിവിധ പ്രദേശങ്ങളിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും 50 രൂപ മെമ്പർഷിപ്പ് വിഹിതവും 2200ഓളം രൂപ ഹൗസ് കണക്ഷൻ ചിലവിലേക്കുമാണ് ഗുണഭോക്താക്കൾ ഇന്നും ഈടാക്കി വരുന്നത്. അതാത് പ്രദേശങ്ങളിലെ ഗുണഭോക്തൃ സമിതികൾക്കാണ് നടത്തിപ്പ് ചുമതല. പൊതു ടാപ്പുകൾ ഒഴിവാക്കി വീടുകളിലേക്ക് മീറ്റർ പ്രകാരം വെള്ളം വിതരണം ചെയ്യുന്നതോടെ പൈപ്പുകൾ പൊട്ടിയും ടാപ്പുകൾ തുറന്നിട്ടും മറ്റും വെള്ളം പാഴാകുന്നത് തടയാൻ കഴിയുമെന്നുമാണ് ജലനിധി അധികൃതർ പറയുന്നത്. മുൻകാലങ്ങളിൽ ആവശ്യമായത്രയും വെള്ളം പുതിയ പദ്ധതി നടപ്പിലായാൽ വേണ്ടിവരില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.സി. സുബൈദ പറഞ്ഞു. തെക്കേക്കാട്ടിൽ എന്ന് പറഞ്ഞാൽ തെക്കേക്കാട് വടക്കേക്കാട് പുറത്താട് ഭാഗത്ത് ഒരു ഇറ്റ് വെള്ളം നമുക്ക് സ്രോതസ്സില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കൊടുക്കാൻ പഞ്ചായത്ത് ബാധ്യസ്ഥരാണ്. നിലവിൽ തെക്കേക്കാടും വടക്കേക്കാടും പുറത്താട് ഭാഗത്തുള്ള ആളുകൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള വാട്ടർ ടാങ്കിൽ നിന്ന് തന്നെയാണ്. ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള വാട്ടർ ടാങ്കിൽ നിന്നാണ് നിലവിൽ തെക്കേക്കാട്ടിന് ഇപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ തെക്കേക്കാട്ടിൽ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പഞ്ചായത്ത് ബോർഡ് തീരുമാനിച്ചതിൻ്റെ ഭാഗമാണ് അവിടെ പ്രവൃത്തി തുടങ്ങിയത്. പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രവൃത്തിയാണ് തുടങ്ങിയത്. അല്ലാതെ അവിടെ നിലവിലുള്ള കിണർ ആ ടാങ്കി പിന്നെ പഴയ 40-45 വർഷമായിട്ട് വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് തെക്കേക്കാട്. അപ്പം 40-45 വർഷമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പിന്നെ ഹൈസ്കൂൾ ടാങ്കിൻ്റെ അടുത്തുനിന്ന് പഴയതാകുമ്പോൾ ആ ടാങ്കിയുടെ കാരണം ഈ ജലനിധി പദ്ധതി വന്നാൽ അതിലൂടെ ആ ഫണ്ടിലൂടെ മാത്രമേ നമുക്ക് പുതിയ ടാങ്ക് നിർമ്മിക്കാനും കൂടി കിട്ടും. അതുകൊണ്ട് ആ ഫണ്ട് കിട്ടുന്നതിനനുസരിച്ച് പുതിയ ടാങ്കി കാരണം 40-45 വർഷമുള്ള ടാങ്കിയാണ്. ആ ടാങ്ക് ഒരുപാട് വർഷമുള്ള വാട്ടർ അതോറിറ്റിയുടെയാണ്. അപ്പോൾ ആ ടാങ്കിൻ്റെ പ്രവർത്തനം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ ടാങ്കിയുടെ പ്രവർത്തനം തുടങ്ങുന്നതോടുകൂടി പഴയ ടാങ്കിയുടെ പ്രവർത്തനം അവിടെ പിന്നെ നിർത്തും. നിലവിലുള്ള കിണറിൽ നിന്നും 20 വർഷത്തിലധികം വെള്ളം ലഭ്യമാകുമെന്നാണ് ജലനിധി അധികൃതരുടെ കണ്ടെത്തൽ. ജനങ്ങളുടെ ആശങ്കയകറ്റുന്നതിനായി ഈ മാസം 26-ന് പ്രദേശവാസികളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. കാരണം അത് ഇവരെ ആശങ്ക തീർക്കുന്നതിന് വേണ്ടി 26-ാം തീയതി ശനിയാഴ്ച ഇപ്പം പിന്നെ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിക്കാരെ വിളിച്ച് അവരെ ആശങ്ക തീർക്കാനും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഉദിനൂർ കാപ്പിൽക്കുള പരിസരത്ത് ജലസ്രോതസ്സുള്ള 4.5 ഏക്കറോളം സ്ഥലം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുണ്ട്. പടന്നയിലേതുകൂടാതെ ഇവിടെ കിണർ നിർമ്മിച്ച് ഗ്രാമപഞ്ചായത്തിനകത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും കണക്കുകൂട്ടപ്പെടുന്നു. എന്നാൽ റെയിൽപാളം മുറിച്ചു കടന്നു വേണം പടന്നയിലേക്ക് വെള്ളം എത്തിക്കാൻ. അതിന് റെയിൽവേ അധികൃതരുടെ അനുമതി ആവശ്യമാണ്. പടന്ന ഹൈസ്കൂളിന് സമീപത്തെ കിണറിൽ നിന്നുമുള്ള വെള്ളത്തിനു പുറമെ കാപ്പിൽക്കുള പരിസരത്തു നിന്നുകൂടി വെള്ളമെത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സന്നദ്ധമാകണമെന്ന പടന്ന നിവാസികളുടെ ആവശ്യം യാഥാർത്ഥ്യമായാൽ മാത്രമേ വരും വർഷങ്ങളിലെ വരൾച്ചയിൽ നിന്നും ജനങ്ങളെ പൂർണ്ണമായും രക്ഷിക്കാൻ അധികൃതർക്ക് സാധ്യമാവുകയുള്ളൂ. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പിഞ്ചു കുഞ്ഞിനെ ക്രൂശിച്ച് ഭിക്ഷാടനം. മുലപ്പാൽ മണം മാറാത്ത കുരുന്ന് വെയിലേറ്റ് തളരും